ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അസൈൻമെൻറ്റും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൂഫ്. അതിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് പ്രൂഫ് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. അസൈൻമെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളിപ്പോൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അസൈൻമെൻറ്റാണ്. അപ്പോൾ അസൈൻമെൻറ്റിന് നമുക്ക് അസൈൻമെൻറ്റ് എന്ന വാക്ക് നമുക്കൊരിക്കലും അറിയാത്തൊരു കാര്യമല്ല, സുപരിചിതമായ ഒരു കാര്യമാണ്. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഉണ്ട്. നമ്മൾ പറയുന്ന പോലെ തന്നെ സ്കൂളിൽ ടീച്ചർ ഒരു ലെസൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിലോ തരുന്ന ഒരു ടീച്ചിങ് ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി, അതിനെയാണ് അസൈൻമെൻറ്റ് എന്ന് പറയാം. അത് നമുക്ക് സ്കൂളിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് വീട്ടിൽ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വർക്ക് given to the students by the teacher either before the lesson or after the lesson, and it may be completed at school or at home. ഇനി അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു മെത്തേഡും ആണ്, ഒരു ടെക്നിക്കും ആണ്. മെത്തേഡും ടെക്നിക്കും ആയിട്ടുള്ള ആകെ ഒരു കാര്യമുള്ളൂ, അത് അസൈൻമെന്റ് ആണ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെത്തേഡും ടെക്നിക്കും ഇത് രണ്ടും ഏകദേശം ഒരേ സാധനങ്ങൾ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ ഒരു കണ്ടന്റ് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അതാണ് മെത്തേഡ്. ടെക്നിക്ക് എന്ന് പറയുന്നത് ക്ലാസ്സിൽ ചെയ്യുന്ന ആക്ടിവിറ്റീനെയാണ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അസൈൻമെന്റ് ഒരേ സമയം തന്നെ മെത്തേഡുമാണ് ടെക്നിക്കുമാണ്. പിന്നെ അസൈൻമെന്റിനെ കുറിച്ച് HR ഡൗഗ്ലസ് പറയുന്നത് വെച്ചാൽ അത് ടീച്ചിങ്ങിൽ ഇമ്പോർട്ടൻറ്റ് ഫേസ് ആണെന്നാണ് HR ഡൗഗ്ലസ് അസൈൻമെന്റിനെ കുറിച്ച് പറയുന്നത്. ഇനി അസൈൻമെന്റിന്റെ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അസൈൻമെന്റ് കൊടുക്കണേന്ന്. ഫസ്റ്റ് വൺ, കുട്ടികളിൽ സെൽഫ് സ്റ്റഡി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെന്റ് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് സ്കൂളിലത്തെ കാര്യം വീട്ടിൽ വന്ന് പഠിക്കാനും അതിനെക്കുറിച്ചൊന്ന് റീകളക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അസൈൻമെന്റ് കൊടുക്കുന്നത്. പിന്നീട് പറയുന്നത് റെഗുലറായിട്ട് റീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അസൈൻമെന്റ് നൽകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അസൈൻമെന്റ് ചെയ്യുന്ന കാരണമാണ് മിക്കവാറും നമ്മളും കുറേ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കുന്നത്. മിക്കവാറും നമ്മളെല്ലാവരും പരീക്ഷിക്കണം, എല്ലാം പഠിക്കണം. അപ്പോൾ അസൈൻമെന്റ് തരുമ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ നോക്കും. പിന്നെ നമ്മൾ ഒരു അസൈൻമെന്റ് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് നോളേജ് അതായിട്ട് കണക്ട് ചെയ്യാനൊക്കെ നോക്കും. പ്രോബ്ലം സോൾവിങ്ങിന്റെ സ്കില്ല് ഇത് ഉപയോഗിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്സിൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ പറയുന്നത് അസൈൻമെന്റ് കൊടുക്കുമ്പോൾ ഒരു കുട്ടിയുടെ ലിഷർ ടൈം കുട്ടി നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഒരു വർക്കും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വെറുതെ കളിച്ച് ചിരിച്ച് ഉറങ്ങി അങ്ങനെ പോവുള്ളൂ. പക്ഷെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ലിഷർ ടൈം ഒരു നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ഈ അസൈൻമെന്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് നമുക്ക് ഒരു അസൈൻമെന്റ് തരുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല ചിലപ്പോൾ നോക്കാം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഗൈഡ് നോക്കും, ഗൂഗിൾ നോക്കും. അപ്പോൾ പല റിസോഴ്സസ് ഓഫ് ലേണിംഗ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഈ അസൈൻമെന്റ് തരുമ്പോൾ നമ്മൾ ഇറ്റ് എക്സ്പോസ് സ്റ്റുഡൻസ് ടു വേരിയസ് റിസോഴ്സ് ഓഫ് ലേണിംഗ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അസൈൻമെന്റ് തരുമ്പോൾ ബാക്ക്വേർഡായ സ്റ്റുഡൻസിന് അതൊരു കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ക്ലാസ്സിൽ ചിലപ്പോൾ ടീച്ചർ എടുത്ത് ചിലപ്പോൾ കുട്ടിക്ക് കൃത്യമായിട്ട് ക്ലിയറായിട്ട് മനസ്സിലായില്ലെങ്കിലും പിന്നീട് അസൈൻമെന്റ് തന്ന് അത് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ ചിലപ്പോൾ സ്വയം വായിച്ച് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആക്കാനും പിന്നെ ഒരു ബാക്ക്വേർഡായ സ്റ്റുഡൻറ്റിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അസൈൻമെന്റ് കൊണ്ട് സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പർപ്പസ് ഓഫ് അസൈൻമെന്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങളുള്ളൂ. അതായത് സെൽഫ് സ്റ്റഡീനെ പ്രൊമോട്ട് ചെയ്യും, സ്കൂളിൽ പഠിച്ച കാര്യം വീട്ടിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തരുന്നു. പിന്നെ റെഗുലർ ആയിട്ടുള്ള റീഡിംഗ് ഉള്ള ഹാബിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ലിഷർ ടൈം നന്നായി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. പിന്നെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അസൈൻമെന്റ് എന്ന് പറയുന്നത് അവരുടെ ഗോൾസ് കറക്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്ന ടെക്നിക്കാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ബാക്ക്വേർഡ് സ്റ്റുഡൻറ്റിന് റെമഡിയൽ മെഷറാണ്. മാത്തമാറ്റിക്സിൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻമെന്റ് നമ്മളെ സഹായിക്കുന്നു.
പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ റിസോഴ്സ് ഓഫ് ലേണിംഗ് നമ്മൾ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി റിസോഴ്സ് ഓഫ് ലേണിംഗ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസിന് സാധിക്കുന്നു. പിന്നെ പഴയ പ്രീവിയസ് നോളേജ് ആൻഡ് എക്സ്പീരിയൻസസ് ഇതിലിട്ട് അസൈൻമെൻ്റ് ആയിട്ട് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ പർപ്പസ് ഓഫ് അസൈൻമെൻറ്റ്. അടുത്തത് എന്താണ് ഒരു ഗുഡ് അസൈൻമെൻറ്റ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഒരു ഗുഡ് അസൈൻമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ അത് നമ്മൾ സബ്ജക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സാധനമായിരിക്കണം. അല്ലാണ്ട് ഇപ്പോൾ സയൻസിൽ കെമിസ്ട്രിയിൽ പോയിട്ട് ഫിസിക്സിന് അസൈൻമെൻറ്റ് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കണം അസൈൻമെൻറ്റ് വേണ്ടത്. പിന്നെ പറയുന്നത് അത് കുട്ടികൾ ഡിഫിക്കൽട്ടീസ് കുറയ്ക്കാനുള്ളൊരു സാധനമായിരിക്കും, അല്ലാണ്ട് ഇത് കൂട്ടാനുള്ള ഒരു ഉപാധിയായിരിക്കും മാറ്റരുത്. അത് ക്ലിയർ ആയിരിക്കണം, ഡെഫിനറ്റ് ആയിരിക്കണം, തോട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ഇൻസൈറ്റ്ഫുൾ ആയിരിക്കണം, മോട്ടിവേറ്റിംഗ് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, കുട്ടിക്ക് പ്രോപ്പർ റീഎൻഫോഴ്സ്മെൻറ്റ് നൽകുന്നതായിരിക്കണം. പിന്നെ പറയുന്നത് അതാ ഏത് ഇപ്പോൾ അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ അതാത് പ്രായക്കാരെ നോക്കി വേണം അസൈൻമെൻറ്റ് കൊടുക്കാൻ. ഇപ്പോൾ 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ അസൈൻമെൻറ്റ് കൊടുത്തതിന് ശരിയാവില്ലല്ലോ. അപ്പോൾ ഈ അസൈൻമെൻറ്റ് ഏജിനോട് സ്യൂട്ടായിട്ടുള്ള അസൈൻമെൻറ്റ്സ് കൊടുക്കണം. ഏജ് മാത്രമല്ല, ആപ്റ്റിറ്റ്യൂഡും കുട്ടികളുടെ ഇൻട്രസ്റ്റ് അത് കണക്കിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ എന്ത് ചെയ്യുക അസൈൻമെൻറ്റ് കൊടുക്കാനായിട്ട്. പിന്നെ അത് കൺസൈസ് ആയിരിക്കണം, കുട്ടിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസിലി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കണം അസൈൻമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഒരു ബേർഡൻ ആയിട്ട് ചെയ്യാൻ പാടില്ല, കുട്ടിക്ക് കൊടുക്കാനുള്ളതല്ല അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഗുഡ് അസൈൻമെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം, ഡെഫിനറ്റ് ആയിരിക്കണം, മോട്ടിവേറ്റിംഗ് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, തോട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതായിരിക്കണം, കുട്ടിക്ക് പ്രോപ്പർ എൻഫോഴ്സ്മെൻറ്റ് നൽകുന്നതായിരിക്കണം, സബ്ജക്ട് മാറ്ററായിട്ട് റിലേറ്റഡ് ആയിരിക്കണം, ഏജും ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഒക്കെ നോക്കി വേണം നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കാനായിട്ട്. കുട്ടികളുടെ ഡിഫിക്കൽട്ടീസ് കുറയ്ക്കാനുള്ളതായിരിക്കണം അസൈൻമെൻറ്റ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഗുഡ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് റോൾ ഓഫ് ദ ടീച്ചറിനെ കുറിച്ചാണ്. റോൾ ഓഫ് ദ ടീച്ചർ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ ടീച്ചർക്ക് അതിലുള്ള റോള് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു അസൈൻമെൻറ്റ് ഇഫക്റ്റീവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ടീച്ചർ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് കാര്യം, ഒരു ലെസൻ്റെ അവസാനം കൊടുക്കുന്ന ഒരു സംഭവം, ഒരു അസൈൻമെൻറ്റ് ഒരിക്കലും നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഓർഡറിൽ കൊടുക്കണം, അസൈൻമെൻറ്റ്സ് ഒക്കെ ഒരു ഓർഡറിലായിട്ട് കൊടുക്കണം. പിന്നെ പറയുന്നത് അസൈൻമെൻറ്റ് നോക്കിയിട്ട് കുട്ടിയുടെ പ്രോഗ്രസ് ചാർട്ട് ടീച്ചർ പ്രിപ്പയർ ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ടീച്ചർ ഏത് അസൈൻമെൻ്റ് ആണ് കൊടുക്കുന്നുള്ളതെന്ന് ക്ലിയർ ആയിട്ട് പറയണം. അത് ചെയ്യാൻ വേണ്ടി ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ റെഫറൻസ് മെറ്റീരിയൽസ് ആണ് റെഫർ ചെയ്യേണ്ടത് കൂടി എന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ പറയുന്നത് നമ്മുടെ ലേണിംഗ് ഗ്യാപ്സ് ഉണ്ടല്ലോ, അത് കവർ ചെയ്യാനുള്ളതാണ് ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലേണിംഗ് ഗ്യാപ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് അസൈൻമെന്റ്സ് വേണം കൊടുക്കാനായിട്ട്. പിന്നെ പറയുന്നത് ടീച്ചർ ആക്ടിവിറ്റി ഷീറ്റ്സ് തയ്യാറാക്കണം. ഏതിൻ്റെയൊക്കെ ലബോറട്ടറി വർക്കിൻ്റെയും എക്സ്പീരിമെൻസിൻ്റെയും ഒക്കെ ഒരു ആക്ടിവിറ്റി ഷീറ്റ്സ് പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത് ടീച്ചർ ഒരു ഓർഡറിൽ ഒരു അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. പ്രോഗ്രസ് ചാർട്ട് ഉണ്ടാക്കാൻ ചെയ്യണം. പിന്നെ പറയുന്നത് റെഫറൻസ് മെറ്റീരിയൽ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് കുട്ടി ഈ അസൈൻമെന്റ് എഫക്റ്റീവായി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത്, അതിനെക്കുറിച്ച് പറയണം. ലേണിംഗ് ഗ്യാപ്സ് കുറയ്ക്കാനുള്ള ടൈപ്പ് അസൈൻമെന്റ്സ് കൊടുക്കണം. ലബോറട്ടറി വർക്കിനെ കുറിച്ചും എക്സ്പെരിമെന്റ്സിനെ കുറിച്ചുള്ള ആക്ടിവിറ്റി ഷീറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 ടൈപ്പ് അസൈൻമെന്റ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ അസൈൻമെന്റ് വീട്ടിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, സ്കൂൾ വെച്ചും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ക്ലാസ് അസൈൻമെന്റ്സ്, സെക്കൻഡ് വൺ ഹോം അസൈൻമെന്റ്. ക്ലാസ് അസൈൻമെന്റ് പേര് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ക്ലാസ് അസൈൻമെന്റ് എന്താ, നമ്മൾ സ്കൂളിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വർക്ക്, അതിനെയാണ് ക്ലാസ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഹോം അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്ക്. ക്ലാസ് അസൈൻമെന്റ് എന്താ, ടീച്ചർ സൂപ്പർവൈസ് ചെയ്യുന്നതായിരിക്കും. ഹോം അസൈൻമെന്റ് എന്തായിരിക്കും, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇൻഡിപെൻഡന്റ് ചെയ്യുന്ന വർക്കാണ് ഹോം അസൈൻമെന്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിന് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് അതിൻ്റെ മെറിറ്റ്സ് ആണ്. ക്ലാസ് അസൈൻമെൻറ്റ്സിനെയും ഹോം അസൈൻമെൻറ്റ്സിനെയും മെറിറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് അസൈൻമെൻറ്റ് മെറിറ്റ്സ് നോക്കാം. അത് ഹെൽപ്സ് ഇൻ റിയലൈസിങ് ദ എയിംസ് ഓഫ് ടീച്ചിങ് എ ലെസൺ. ഒരു ലെസൺ പഠിപ്പിക്കുന്ന ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് അസൈൻമെൻറ്റ് സഹായിക്കുന്നു. പിന്നെ അത് എന്ത് ചെയ്യുന്നു, നമ്മൾ കുട്ടിയുടെ പ്രോഗ്രസ്സിനെയും അച്ചീവ്മെൻറ്റും മെഷർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ്. പിന്നെ കുട്ടിക്ക് എത്രത്തോളം ഒരു കാര്യം മനസ്സിലായി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇത് ക്ലാസ് അസൈൻമെൻറ്റ്സ് കൊണ്ട് സഹായിക്കാൻ പറ്റും. ക്ലാസ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി ഗിഫ്റ്റഡ് ആയിട്ടും സ്ലോ ലേണേഴ്സിന് ഒരേപോലെ യൂസ്ഫുൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ് അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കത്താത്ത കുട്ടികൾക്ക് ചിലപ്പോൾ അസൈൻമെൻറ്റ് കൊടുത്ത് അവർ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വായിക്കുമ്പോൾ അവർ കുറച്ച് സ്ലോ ലേണേഴ്സിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മാത്തമാറ്റിക്കൽ ഗിഫ്റ്റഡും സ്ലോ ലേണേഴ്സിനും ഒരേപോലെ ഉപയോഗപ്രദമാണ്. അത് ഫർദർ ലേണിങ്ങിനെ മോട്ടിവേറ്റ് ചെയ്യും, റീഎൻഫോഴ്സ് ചെയ്യുന്നു. പിന്നെ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ടീച്ചറെ സഹായിക്കും ഈ ക്ലാസ് അസൈൻമെൻറ്റ്. അത്രയേ ഉള്ളൂ ക്ലാസ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ റിയലൈസിങ് ദ എയിംസ് ഓഫ് ടീച്ചിങ് എ ലെസൺ. സെക്കൻഡ് വൺ, ഹെൽപ്സ് ഇൻ മെഷറിംഗ് സ്റ്റുഡൻസ് പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. Third one, helps in judging the pupils' understanding. Fourth one, useful for both mathematical gifted and slow learners alike. Fifth one, motivates and reinforces further learning. Sixth one, the teacher can pay individual attention to her students as they work on their assignments. Seventh one, the students can learn at their own pace. ഇനി ഹോം അസൈൻമെൻറ്റ്സ്. ഹോം അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് വീട്ടിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്ന അസൈൻമെൻറ്റ്സിനെയാണ് ഹോം അസൈൻമെൻറ്റ് പറയുന്നത്. അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കാണത്. അതിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇറ്റ് എൻകറേജസ് ഇൻഡിപെൻഡൻറ്റ് വർക്ക് ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഈ ഹോം അസൈൻമെൻറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ റെഗുലർ ആൻഡ് സിസ്റ്റമാറ്റിക് വർക്കുള്ള ഹാബിറ്റ്, റെഗുലറും സിസ്റ്റമാറ്റിക്കുള്ള വർക്ക് ചെയ്യാനുള്ള ഹാബിറ്റിനെ അത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. കുട്ടിയുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഹോം അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ വീട്ടിലിരുന്ന് കുറച്ച് ആലോചിക്കും. അപ്പോൾ നമുക്ക് മനസ്സിൽ കൂടെ ഡൗട്ട് ഉണ്ട്, ചിലപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ചെയ്യാത്തത് ടീച്ചറോട് ചോദിച്ചാൽ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് അതൊരു ടീച്ചറും പാരൻറ്റും തമ്മിലുള്ള ലിങ്കാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലേക്ക് ഹോം അസൈൻമെൻറ്റ് കൊടുത്തു വിടുമ്പോൾ എന്തായാലും ടീച്ചർ കൊടുത്തു വിടുമ്പോൾ പാരൻസ് ചെറിയ കുട്ടികളാണെങ്കിൽ നോക്കും, വർക്ക് അവരെയാണ് സഹായിക്കുന്നത്. അപ്പോൾ അതൊരു ടീച്ചറും പാരൻറ്റും തമ്മിലുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് റൂം വർക്കിനോടനുബന്ധിച്ചുള്ളതായിരിക്കും ഈ ഹോം അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് റിവൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു കുട്ടീനെ. അതായത് സ്കൂളിൽ എന്താണോ എടുത്തത് അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടീനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഹോം അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഐഡിയാസും പ്രിൻസിപ്പിളും തലയിൽ കയറാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ ഫിക്സേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഇത്രയേ ഉള്ളൂ അസൈൻമെൻറ്റിനെ കുറിച്ചിട്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൂഫ്സ്. പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ മാത്തമാറ്റിക്കൽ ലോജിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രൂഫ് എന്ന് പറയുന്നത്. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ആർഗ്യുമെന്റ്സ് ആർ കോൾഡ് പ്രൂഫ്സ്. എന്തിനായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാം ഒരു പ്രൂഫ് ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും ഒരു കാര്യം നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് ഷോ ചെയ്യുന്ന, അത് സാധൂകരിക്കുന്ന ഒരു കാര്യമാണ് പ്രൂഫ് എന്ന് പറയുന്നത്. ഒരു പ്രൂഫിൽ നമ്മൾ ആക്സിയംസും പോസ്റ്റ്ലേറ്റ്സും പ്രീവിയസ് തിയറംസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വക കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യും. അപ്പോൾ പ്രൂഫിൽ ഇവർക്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പെടും. ഓക്സ്ഫോർഡ് അമേരിക്കൻ ഡിക്ഷണറി പ്രൂഫിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് എന്ന് പറയുന്നത്, അവർ പറയുന്നത് ഇറ്റ് ഈസ് എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ട്രൂത്ത് ഓഫ് സംതിങ്. എന്തൊരു കാര്യം അതിന്റെ ട്രൂത്തിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് പ്രൂഫ് എന്നാണ് ഓക്സ്ഫോർഡ് അമേരിക്കൻ ഡിക്ഷണറി പ്രൂഫിന്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പ് പ്രൂഫ്സ് ഉണ്ട്. ഡയറക്റ്റ് പ്രൂഫും ഇൻഡയറക്റ്റ് പ്രൂഫും. വേറെ ടൈപ്പ് പ്രൂഫും ഉണ്ട്, പക്ഷെ ഞാനിപ്പോൾ രണ്ട് ടൈപ്പ് പ്രൂഫ്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി സിസ്റ്റമിയാണ് എടുക്കുന്നത്. ഡയറക്റ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ പേരിൽ നമുക്കറിയാം, നേരിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന
ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും ഡയറക്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. ആ ടൈപ്പ് പ്രൂഫ് ആയിരിക്കും ഡയറക്റ്റ് പ്രൂഫ്. അപ്പോൾ ഡയറക്റ്റ് പ്രൂഫിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ ഡയറക്റ്റ് proof is a sequence of statements which are either givens or deductions from previous statements and whose last statement is the conclusion to be proved. In direct proof, the conclusion is established by logically combining the axioms, definitions and earlier theorems. ഡയറക്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് മുന്നേ പഠിച്ച ആക്സിയംസും പോസ്റ്റ്രിങ്സും ഡിഫറെന്റ് ഏർലിയർ തിയറംസും ഡെഫിനിഷൻസും ഒക്കെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഡയറക്റ്റ് പ്രൂഫ് ഇൻഡയറക്റ്റ് പ്രൂഫ് ഒക്കെ എന്താണെന്ന് അറിയാം. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ച കാര്യങ്ങളാണ് ഡയറക്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. കുറേ എക്സാമ്പിൾസ് നമുക്കറിയാം. ഈ ഒരു എക്സാമ്പിൾ മാത്രമേ ഞാൻ പറയുള്ളൂ ഡയറക്റ്റ് പ്രൂഫിന്റെ. ഡയറക്റ്റ് പ്രൂഫിൽ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് സം ഓഫ് 2 ഈവൻ ഇൻഡിജേഴ്സ് ഇസ് ഓൾവേസ് ഈവൻ. 2 ഈവൻ ഇൻഡിജേഴ്സിന്റെ സമ്മ് ഈവൻ ആണ് നമുക്ക് തെളിയിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 2 ഈവൻ ഇൻഡിജേഴ്സ് എടുക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 2 ഈവൻ ഇൻഡിജേഴ്സ് എടുക്കാണ് എക്സും വൈ. അപ്പോൾ എക്സും വൈ നമ്മുടെ 2 ഈവൻ ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ ഈവൻ ഇൻഡിജേഴ്സ് ആണെങ്കിൽ അവരെന്തായിരിക്കും? 2 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ എക്സിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 സംതിങ്. അപ്പോൾ എക്സിന് നമുക്ക് അതുകൊണ്ട് നമ്മൾ എക്സിന് എങ്ങനെ എഴുതും? എക്സ് ഈക്വൽ ടു 2a എന്ന് എഴുതും. വൈ ഒരു ഈവൻ ഇൻഡിജർ ആണല്ലോ. അപ്പോൾ അവര് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ വൈ ഈക്വൽ ടു 2 സംതിങ്. വൈ ഈക്വൽ ടു 2 b. അപ്പം നമ്മൾ 2 ഈവൻ ഇൻഡിജേഴ്സ് എടുത്തു, എക്സും വൈയും. അവർ 2 മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. സോ എക്സ് ഈക്വൽ ടു 2a, വൈ ഈക്വൽ ടു 2b അങ്ങനെ കിട്ടും. നമ്മുടെ പ്രൂഫ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? സം ഓഫ് 2 ഈവൻ ഇൻഡിജേഴ്സ് ഈവൻ ആണ്. അപ്പൊ സം ഓഫ് 2 ഈവൻ ഇൻഡിജേഴ്സ് ആണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ നമ്മളെടുത്ത 2 ഈവൻ ഇൻഡിജേഴ്സ് എക്സും വൈയും അവരുടെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പൊ എക്സിന്റെയും വൈയുടെയും സമ്മ് എന്താ? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് 2a ആണ്, വൈ 2b ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2a പ്ലസ് 2b. 2 രണ്ടിലും കോമൺ അല്ലേ? അപ്പൊ 2 പൊട്ടി കിട്ടുന്നു. 2a ഈക്വൽ ടു 2 a പ്ലസ് b എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 a പ്ലസ് ബി. അതായത് 2x പ്ലസ് വൈയുടെ ഒരു ഫാക്ടർ ആണ് കിട്ടും. 2x പ്ലസ് വൈയുടെ ഫാക്ടർ ആണെങ്കിൽ അതൊരു ഈവൻ നമ്പർ ആയിരിക്കുമല്ലോ. സം ഓഫ് എനി 2 ഈവൻ ഇൻഡിജേഴ്സ് ഈസ് ഈവൻ. ഇത്രയേ ഉള്ളൂ പ്രൂഫ്. 2 ഈവൻ ഇൻഡിജേഴ്സ് എടുക്കുന്നു, എക്സും വൈയും. അവർ 2 മൾട്ടിപ്പിൾസ് ആക്കി നമ്മൾ എഴുതുന്നു. അതിൻ്റെ അവരെ തമ്മിൽ സമ്മ് ചെയ്യുന്നു. സമ്മ് ചെയ്യുമ്പോൾ 2 നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 a പ്ലസ് ബി എന്ന് എഴുതി. അതായത് എക്സ് പ്ലസ് വൈനെ നമ്മൾ 2 സംതിങ് ആക്കി എഴുതുന്നു. അതായത് ഈവൻ ഇൻഡിജർ 2 എന്ന ഈവൻ ഇൻഡിജറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എക്സ് പ്ലസ് വൈനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. സോ ഇറ്റ് ഈസ് എൻ ഈവൻ നമ്പർ. അപ്പോൾ പ്രൂഫ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി പറയുന്നത് ഇൻഡയറക്റ്റ് പ്രൂഫ്. ഇൻഡയറക്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരുമല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് അസൈൻ ചെയ്യാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മളത് അസ്യൂം ചെയ്യാണ് തെറ്റാണ്. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട സമയത്ത് നമുക്കൊരു ഇമ്പോസിബിലിറ്റിയിലെത്തും. പിന്നീട് നമുക്ക് അങ്ങോട്ട് ആ പ്രൂഫിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അപ്പൊ അങ്ങനെ എത്തൂലോ. ഒരു ഇമ്പോസിബിലിറ്റി എത്തി കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മൾ അസ്യൂം ചെയ്ത കാര്യം തെറ്റാണ്, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഈ രീതിയിൽ പ്രൂവ് ചെയ്യുന്ന പ്രൂഫുകളെയാണ് ഇൻഡയറക്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഇൻഡയറക്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് പ്രൂഫ് ഇൻ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ടു ബി in which a statement to be proved is assumed false, and if the assumption leads to an impossibility, then the statement assumed false has been proved to be true. സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ് ഇൻഡയറക്റ്റ് പ്രൂഫ്. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് പ്രൂഫിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് സം ഓഫ് 2n ഈവൻ ഇൻ നമ്പേഴ്സ് ഈസ് ഈവൻ. 2n വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് ഈവൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. വെൻ n ഗ്രേറ്റർ ദാൻ 0. ഏത് മെത്തേഡ് വെച്ചിട്ട്? ഇൻഡയറക്റ്റ് പ്രൂഫ് മെത്തേഡ് വെച്ചിട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇൻഡയറക്റ്റ് പ്രൂഫ് മെത്തേഡിൽ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാം നമ്മൾ പറഞ്ഞ കാര്യം തെറ്റാണ്, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് സ്റ്റേറ്റ്മെന്റ് എന്താ? സം ഓഫ് 2n ഈവൻ നമ്പേഴ്സ് ഈസ് ഈവൻ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്,
നമ്മൾ അസ്യൂം ചെയ്യുന്നപ്പോൾ എന്തായിരിക്കും? തെറ്റായ കാര്യമായിരിക്കും. അപ്പോൾ സം ഓഫ് 2n ഈവൻ നമ്പേഴ്സ് ഈസ് ഓഡ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ 2n വരെയുള്ള ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? 2, 4, 6, 8 അപ് ടു എവിടെ വരെ? 2n വരെ ഉള്ളത്. അവരുടെ സം എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 + 4 + 6 + 8 + അപ് ടു പ്ലസ് 2n വരെയുള്ള അവരുടെ സമ്മ് ഈക്വൽ ടു ആൻ ഓഡ് നമ്പർ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. എല്ലാത്തിലും 2 കോമൺ ആണ്. സോ 2 നമ്മൾ പുറത്തേക്ക് കിട്ടും. 2 × 1 + 2 + 3 + അപ് ടു n വരെ ഈക്വൽ ടു ആൻ ഓഡ് നമ്പർ എന്ന് കിട്ടും. ഈ ബാക്കിലുള്ള ആൾക്കാരെ നമുക്ക് 1 + 2 + 3 + 4 + അപ് ടു n വരെ, അതായത് ഫസ്റ്റ് n നമ്പേഴ്സിന്റെ സമ്മാണ് അവർ. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു n × n + 1/2. അപ്പോൾ നമുക്ക് ഈ 1 + 2 + 3 + 4 + n വരെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യാം? അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് n × n + 1/2 എന്ന് പറഞ്ഞ് റിപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 × n × n + 1/2 ഈക്വൽ ടു ഓഡ് നമ്പർ. 2 ക്യാൻസൽ ആയിരിക്കും. അപ്പോൾ n × n + 1 ഈക്വൽ ടു ഓഡ് നമ്പർ. ആലോചിച്ച് വയ്ക്കുകയും n ഒരു ഓഡ് നമ്പർ ആക്കി എടുക്കും. അപ്പോൾ n + 1 എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഒരു ഓഡ് നമ്പറിൻ്റെയും ഒരു ഈവൻ നമ്പറിൻ്റെയും മൾട്ടിപ്പിൾ അതെന്തായിരിക്കും? ഒരിക്കലും ഓഡ് നമ്പർ വരില്ല, ഈവൻ നമ്പറേ വരുള്ളൂ. 2 × 3 എന്താ? 6. 4 × 5 20. അതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ ഒരു ഈവൻ നമ്പറും ഒരു ഓഡ് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുക, ഒരു ഓഡ് നമ്പർ കിട്ടില്ല. സോ n × n + 1 ഈസ് ഓൾവേസ് ബി ആൻ ഈവൻ നമ്പർ. സോ നമ്മുടെ അസംഷൻ നമ്മുടെ ഇമ്പോസിബിലിറ്റിയിൽ എത്തി. അപ്പോൾ നമ്മുടെ അസംഷൻ തെറ്റാണ്. അപ്പോൾ നമ്മുടെ അസ്യൂം ചെയ്ത കാര്യം എന്തായിരുന്നു? സം ഓഫ് 2n ഈവൻ നമ്പേഴ്സ് ഈസ് ഓഡ് എന്നാണ് അസ്യൂം ചെയ്തത്. തെറ്റാണ്. നമ്മൾ എന്ത് കിട്ടി? സം ഓഫ് 2n ഈവൻ നമ്പേഴ്സ് ഈസ് ഈവൻ എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ ഇൻഡയറക്റ്റ് പ്രൂഫ്. അപ്പോൾ 2 ടൈപ്പ് പ്രൂഫ് നമ്മൾ അസൈൻമെന്റ് എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് 2 ടൈപ്പ് പ്രൂഫ് എന്താണെന്ന് പഠിച്ചു. 2 ടൈപ്പ് പ്രൂഫിൽ ഡയറക്റ്റ് പ്രൂഫ് ഇൻഡയറക്റ്റ് പ്രൂഫ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ പിന്നീട് പഠിക്കും. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.